മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഈ ദിനങ്ങളിലായിട്ട് ധന്യൻ മത്തായിച്ചന്റെ മാധ്യസ്ഥത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നും നമ്മൾ ഏതാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നും ആഷിലി കെ വർഗീസ് തനിക്ക് ലഭിച്ച ഉന്നത വിജയത്തെപ്പറ്റി ഒരു സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. ഞാൻ OET, IELTS ഇവ 9 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല. 1-2 വിഷയങ്ങൾക്ക് ഞാൻ തോറ്റുപോകുമായിരുന്നു. ധന്യൻ മത്തായിച്ചന്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് അറിയുവാനിടയായപ്പോൾ ഞാൻ മത്തായിച്ചനോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ OET പരീക്ഷ എഴുതി നല്ല സ്കോർ ലഭിച്ച് വിജയിക്കുവാൻ എനിക്ക് സാധിച്ചു. ഈശോയുടെ തിരുഹൃദയം എനിക്ക് മത്തായിച്ചൻ വഴി തന്ന അനുഗ്രഹത്തിനായി ഞാൻ 1000 നന്ദി പറയുന്നു. ഒരു നല്ല നേഴ്സായി ഈശോയുടെ ഒരു നല്ല പ്രേക്ഷിത പ്രവൃത്തിയായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇനി നമ്മൾ കേൾക്കുന്നത് മദ്രാസിൽ നിന്നും ജോസഫ് മണിയഞ്ചിറക്കുന്നേൽ തനിക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെ പറ്റി എഴുതിയ സാക്ഷ്യമാണ്. എൻ്റെ ഭാര്യയ്ക്ക് 20 വർഷമായിട്ട് ലിവറിന് അസുഖമായിരുന്നു. രക്തം ഛർദ്ദിക്കുമായിരുന്നു. ധന്യൻ മത്തായിച്ചന്റെ നൊവേന ഞങ്ങൾ ഒരു ദിവസം 9 പ്രാവശ്യം, അങ്ങനെ 9 ദിവസം വിശ്വാസത്തോടെ ചൊല്ലിയതിൻ്റെ ഫലമായി ഈ രോഗം പരിപൂർണമായി മാറി. ഇപ്പോൾ വളരെ സൗഖ്യമായിട്ട് ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. ധന്യൻ മത്തായിച്ചൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വീണ്ടും നാം ശ്രദ്ധിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും ബിജിമോൾ ഷിജോ അവർക്ക് ലഭിച്ച സന്താന ഭാഗ്യത്തെപ്പറ്റി അറിയിച്ച ഒരു കത്താണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. ഈ വിവരം അറിഞ്ഞ കട്ടപ്പന മഠത്തിലുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ധന്യൻ മത്തായിച്ചന്റെ മധ്യസ്ഥ പ്രാർത്ഥന തരികയും ഞങ്ങളത് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മേൽ കരുണ തോന്നി ദൈവം 1 വർഷത്തെ വ്യത്യാസത്തിൽ 2 പെൺകുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച മത്തായിച്ചന് ഞങ്ങൾ നന്ദി പറയുന്നു. ധന്യൻ മത്തായിച്ചൻ വഴി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും ധന്യൻ മത്തായിച്ചൻ വഴി സമർപ്പിക്കുന്നു. വീണ്ടും കരിങ്കുന്നത്ത് നിന്ന് രഞ്ജിത അയച്ച ഒരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവിൽ നിറയുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് ലഭിച്ചതാണ് ഇവിടെ വിവരിച്ചിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ധന്യൻ മത്തായിച്ചന്റെ കബറിടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. ധന്യൻ മത്തായിച്ചനെ എത്രയും വേഗം വിശുദ്ധനെന്ന പേര് വിളിക്കുവാൻ ഇടയാക്കണമേ എന്നുള്ള നിയോഗവുമായി ഞാൻ കബറിടത്തിൽ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറെ ചേച്ചിമാർ അവിടെ പ്രാർത്ഥിക്കുവാൻ വന്ന് മുട്ടുകുത്തി. മത്തായിച്ചൻ വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് ദർശനമുണ്ടായി. കൂടാതെ ഞാൻ വലിയ ദൈവസ്നേഹത്താൽ നിറയുന്ന ഒരു അനുഭവവും എനിക്ക് ലഭിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.